കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ യൂത്തിന്റെ ഒരു പുതിയ പാർട്ടി തുടങ്ങി. ആ പാർട്ടിയുടെ പേര് കോക്രോച്ച് जनता पार्टी എന്നാണോ? मजाक मजाक में शुरू की गई कॉकरोच जनता पार्टी के 6 मिलियन से ज्यादा फॉलोअर्स हो गए इंस्टाग्राम पर सिर्फ 2 दिन के अंदर अंदर कुछ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു ട്രെൻഡോ ട്രോളർമാരുടെ സാറ്റയർ രാഷ്ട്രീയമോ പേര് കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും പലരും ഇതിനെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ അധികാര രാഷ്ട്രീയം മാത്രം നടക്കുന്നുവെന്ന വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള സാറ്റയർ കോൺസെപ്റ്റുകൾ ഉയരുന്നത്. കോക്രോച്ച് എന്ന പേര് ഉപയോഗിക്കുന്നത് എന്ത് സാഹചര്യവും അതിജീവിക്കുന്ന ശക്തിയുടെ പ്രതീകമായിട്ടാണെന്ന് ചിലർ പറയുന്നത്. സോഷ്യൽ മീഡിയ മീമുകളിലും യൂട്യൂബ് ട്രോളുകളിലും ഇപ്പോൾ ഇത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും തമാശയോ അല്ലെങ്കിൽ BJP കേന്ദ്ര ഭരണത്തോടുള്ള യുവജനങ്ങളുടെ നിരാശയുടെ പുതിയ പ്രതിഷേധ രൂപമോ? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തുക. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ യൂത്തിന്റെ ഒരു പുതിയ പാർട്ടി തുടങ്ങി. ആ പാർട്ടിയുടെ പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണോ? ഇന്ത്യയിൽ ദൈനംദിനം കോക്രോച്ച് ജനതാ പാർട്ടിയിൽ യൂത്ത് കോക്രോച്ചുകൾ പെരുകുകയാണെന്ന് വാർത്തകൾ വരികയാണ്. വാട്ട് ഇസ് ദിസ് കോക്രോച്ച് ജനതാ പാർട്ടി? കം ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കുറച്ചു ദിവസം മുമ്പ് ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മടിയന്മാരായ യൂത്ത് കോക്രോച്ചുകളെ പോലെയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അവിടെ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഇപ്പോൾ വൈറലാകുന്ന ഇൻസ്റ്റാഗ്രാം പാർട്ടിയുടെ എമർജൻസി. പക്ഷേ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അത് പിന്നീട് ക്ലാരിഫൈ ചെയ്യും ഇന്ത്യയിലെ യൂത്തിനെ അല്ല ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയെങ്കിലും സുപ്രീം കോടതി പരാമർശത്തിന്റെ തൊട്ടു പിന്നാലെ അതേ സാർ, ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾ ജോലിയില്ലാത്ത പാറ്റകളാക്കിയത് ആരാണ്, കോടിക്കണക്കിന് ജോലി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ UPSC നിയമനങ്ങൾ നടത്തുന്നില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു പൂട്ടി, ആർമിയിൽ പോലും 4 വർഷത്തെ കോൺട്രാക്ട് ജോലിയായി, ഞങ്ങളെ പാറ്റകളാക്കി, ഞാനും ഒരു പാറ്റയാണെന്ന് പറഞ്ഞ് UK-യിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവ് പാറ്റകളുടെ ഒരു ദേശീയ പാർട്ടി രൂപീകരിച്ചു. നോട്ട് ദി പോയിന്റ്, രൂപീകരിച്ചത് ഇൻസ്റ്റാഗ്രാമിലാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്നൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി. പക്ഷെ സംഗതി തമാശയായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോ 5 ദിവസം കൊണ്ട് 12 മില്യണിലധികം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു. ഈ പേജിന് കോമഡിയായി തുടങ്ങിയതാണ് ഇപ്പൊ സീരിയസ് ആയി. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം ഉയർന്നു. ഇപ്പൊ ആദ്യ മെസ്സേജും വന്നു, യുവാക്കളോട് ജീവിതം തുലയ്ക്കുന്ന BJPയെ അൺഫോളോ ചെയ്യൂ എന്നാണ് ആദ്യത്തെ ആഹ്വാനം. സോഷ്യൽ മീഡിയയിൽ വലിയ മുന്നേറ്റമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ മുന്നേറ്റമാണ്. ഇതൊരു ദേശീയ പാർട്ടിയോ അങ്ങനെ ഒരു അംഗീകാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 12 മില്യൺ യുവത്വം അതൊരു ചെറിയ കണക്കല്ല. എന്തായാലും ഡിജിറ്റൽ യുഗത്തിലെ പുതിയ രാഷ്ട്രീയ പ്രതിഷേധം ഇങ്ങനെയൊക്കെയാണ്. मजाक मजाक में शुरू की गई कॉकरोच जनता पार्टी के 6 मिलियन से ज्यादा फॉलोअर्स हो गए इंस्टाग्राम पर सिर्फ 2 दिन के अंदर अंदर. कुछ लोगों को ये बात हजम नहीं हो रही कि ये कैसे हो सकता है. पक्का इसके पीछे कोई ना कोई बड़ी ताकत होगी, कोई डीप स्टेट, कोई ना कोई पॉलिटिकल पार्टी से अंडरग्राउंड सपोर्ट कर रही होगी. लेकिन मैं कहना चाहूंगा, जरा आंखें खोलकर देखो. ये देश के यूथ का फ्रस्ट्रेशन है. देश की जनता के अंदर जो गुस्सा है, ये कॉकरोच जनता पार्टी उसकी एक रिफ्लेक्शन है. इसके पीछे कोई बड़ी ताकत नहीं है. लिटरली जितना सर्च करके देख लो, इसे सिर्फ एक इंसान ने चलाया था. अभिजीत उसका नाम है. इसने पास्ट में आम आदमी पार्टी में जरूर काम किया था, लेकिन इसने सिर्फ अपने बल पर मजाक मजाक में इस वेबसाइट को शुरू किया था. और लोगों ने फिर धीरे धीरे इसे इतना सीरियसली ले लिया कि अब लोग इसे एक सीरियस जेनजी मूवमेंट की तरह देख रहे हैं इंडिया की. तो सारे पॉलिटिशियंस, जुडिशरी और सरकारी बाबुओं से मैं कहना चाहूंगा, जरा आंखें खोलकर देखो. ये देश के यूथ का फ्रस्ट्रेशन है. देश का यूथ आज के दिन जानता है कि ये सिस्टम कितना करप्ट हो चुका है, ऊपर से लेकर नीचे तक. चाहे वो पेपर लीक्स हो, बढ़ती बेरोजगारी हो या बिकाऊ मीडिया हो. कैसे जजेस को, सुप्रीम कोर्ट के जजेस को राज्यसभा की सीट्स ऑफर करी जाती हैं रिटायरमेंट के बाद. और इसीलिए कॉकरोच जनता पार्टी का नंबर 1 मैनिफेस्टो पॉइंट क्या है कि किसी भी चीफ जस्टिस को रिटायरमेंट के बाद कोई राज्यसभा की सीट नहीं मिलनी चाहिए. जनता बेवकूफ नहीं है, वो सब समझ रही है. मैं बस एक रिक्वेस्ट करना चाहूंगा कॉकरोच जनता पार्टी से. आज के दिन देश का यूथ अगर किसी चीज से सबसे ज्यादा फ्रस्ट्रेटेड है तो वो है एजुकेशन सिस्टम. तो उसके रिगार्डिंग मैं कहना चाहूंगा कि प्लीज धर्मेंद्र प्रधान की रेजिग्नेशन मांगो, देश के एजुकेशन मिनिस्टर की रेजिग्नेशन मांगो और इसे भी अपने मैनिफेस्टो में इंक्लूड करो. और मैं बदले में मैं भी कॉकरोच पार्टी का मेंबर बनना चाहूंगा.